നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്തായിരുന്നു? ആൽക്കലി മെറ്റൽസ് അതിൻ്റെ കമ്പാരിസൺ ഓഫ് പ്രോപ്പർട്ടീസ് ആയിരുന്നു. നമ്മൾ അവസാനം പറഞ്ഞ എന്താണ്? റിയാക്ടിവിറ്റി വിത്ത് ഓക്സിജൻ ആൻഡ് വാട്ടർ. നമ്മൾ നിർത്തിയത് ശരി. ഓക്കെ, and we can see that next point, അടുത്ത പറഞ്ഞ പോയിന്റ് എന്താണ്? അതിൻ്റെ stability and solubility of carbonates and sulfate. ഈ പറഞ്ഞ ആൽക്കലി മെറ്റൽസിന്റെ കാർബണേറ്റ്സിന്റെയും സൾഫേറ്റ്സിന്റെയും സ്റ്റെബിലിറ്റിയും അതിന്റെ സോലബിലിറ്റിയാണ്. You can see that the carbonates of alkali metals are freely soluble in water except those of lithium. Lithium carbonate is only slightly soluble. Other carbonates, sodium, potassium, rubidium, cesium, etc., are freely soluble in water. And also you can see that the sulfates, lithium sulfate solubility വളരെ കുറവാണ്. സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം ഒക്കെ വളരെ സോലിബിൾ. സോഡിയം സൾഫേറ്റ് നമുക്ക് പൊട്ടാസ്യം സൾഫേറ്റ്, സൾഫേറ്റ് ആയാലും ബൈസൾഫേറ്റ് ആയൊക്കെ അതിന് സോലിബിൾ ആണ്. മാത്രമല്ല അതിന്റെ സ്റ്റെബിലിറ്റിയും ഇതനുസരിച്ച്, കാരണം ഇലക്ട്രോപോസിറ്റീവ് നേച്ചർ കൂടി വരുന്നതുകൊണ്ട് അതിന്റെ സ്റ്റെബിലിറ്റിയും കൂടി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിന്റെ ഹൈഡ്രോക്സൈഡ്സ് ആണ് അടുത്ത പോയിന്റ് പറഞ്ഞ ഹൈഡ്രോക്സൈഡ്സ്. The basicity of the hydroxide, alkali metals are strongly electropositive metals, and the higher the electropositive nature, the more may be the basicity of the hydroxide. അപ്പോഴേ ഒന്നാമത്തെ കാര്യം, ആൽക്കലി മെറ്റൽസ് ഒക്കെ ഓരോ പീരിയഡിലും ഏറ്റവും കൂടുതൽ ഇലക്ട്രോപോസിറ്റീവ് ആയതാണ് ആൽക്കലി മെറ്റലാണ്. അതുകൊണ്ട് തന്നെ ആൽക്കലി മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ്, ഓൾ ദി ആൽക്കലി മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് ആർ ഹൈലി ബേസിക്. നമുക്കറിയാം സോഡിയം, നമ്മൾ ബേസ് എന്ന് മനസ്സിൽ വരുന്നത് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഒക്കെയാണ്. അപ്പോഴേ all the alkali metal hydroxides are strong bases. First of all, strong bases ആണ്. മാത്രമല്ല the strength of the base increases. നമുക്കറിയാം ഇലക്ട്രോപോസിറ്റീവ് നേച്ചർ കൂടുന്നതനുസരിച്ച് അതിന്റെ ഹൈഡ്രോക്സൈഡിന്റെ ബേസിറ്റി കൂടുന്നതുകൊണ്ട് തന്നെ സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം ഇങ്ങോട്ട് വരുമ്പോൾ അതിന്റെ ബേസിക് നേച്ചർ വളരെ കൂടി വരും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് is a stronger base than sodium hydroxide. Rubidium hydroxide is a stronger base than sodium hydroxide or potassium hydroxide. So basicity of the hydroxide increases down the group, not doubt. Okay, the hydroxide solubility വളരെ കൂടുതലാണ്. Except the lithium hydroxide, all the hydroxides are highly soluble in water, and they are strong bases, very strong bases, and the basicity even increases when we go down the group. അതൊക്കെയാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഒരു പോയിന്റ് ഉള്ളത് the anomalous behavior of lithium. നമ്മൾ നേരത്തെ പഠിച്ചു പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ പ്ലസ് ടു പഠിക്കുമ്പോഴൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിലും മേലെ വരുന്ന എലമെന്റ്സ് അത് എന്താണ്? ഷോസ് അനോമലസ് ബിഹേവിയർ. അനോമലസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസാധാരണമായ പെരുമാറ്റം. എന്താ സാധാരണ? ആ ഗ്രൂപ്പിൽ വരുന്ന മറ്റ് എലമെന്റ്സിനെ അപേക്ഷിച്ച് ആദ്യത്തെ എലമെന്റിന്റെ സ്വഭാവം വളരെ വ്യത്യാസമായിരിക്കും. അതാണ് അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. മനസ്സിലായിട്ട് പറയുന്നത്? അപ്പോൾ അത് ലിഥിയം ആയാലും തൊട്ടടുത്ത് വരുന്ന എലമെന്റ് ബെറിലിയം. മനസ്സിലായില്ലേ? ബെറിലിയം താഴെ വരുന്ന lithium and alkali metals, beryllium and alkaline earth metals like calcium, strontium or barium. You can see that from the other alkaline earth metals, beryllium have certain properties which are not comparable or different from that of the alkaline earth metals like calcium, strontium, magnesium മുതൽ താഴോട്ടുള്ള എലമെന്റ്സ് ആയിട്ട് വ്യത്യസ്തമായ കുറെ സ്വഭാവങ്ങൾ ആര് കാണിക്കും? ബെറിലിയം കാണിക്കും. അതേപോലെ തന്നെ സോഡിയം മുതൽ താഴോട്ടുള്ള മറ്റ് ആൽക്കലി മെറ്റൽസുമായിട്ട് വ്യത്യസ്തമായ കുറെ സ്വഭാവങ്ങൾ ലിഥിയം കാണിക്കും. അതിനാണ് ഇത് പറയുന്നത് അനോമലസ് ബിഹേവിയർ. അനോമലസ് ബിഹേവിയർ എല്ലാവർക്കും കണ്ടത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബോറോൺ ഫാമിലിയിൽ, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓരോന്നിലും ആദ്യത്തെ എലമെന്റിന് മറ്റ് എലമെന്റ്സിൽ നിന്ന് കുറച്ച് തികച്ചും വ്യത്യസ്തമായ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതേപോലെ തന്നെ വേറൊരു ഫിനോമിനനാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാവും. ഇതിന്റെ താഴെ വരുന്നവരാണ് മെഗ്നീഷ്യം. Magnesium, and you can see that lithium shows some close similarity with the magnesium. അതായത് ഓരോ ഗ്രൂപ്പിൽ ഇപ്പം ഇവിടെ എന്താണ്? കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. കാർബൺ താഴെ വരുന്ന സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, chlorine. You can see that the
carbon shows certain similarity with phosphorus, nitrogen shows similarity with sulfur, oxygen some property similar to chlorine and so on. ഇത് നമ്മൾ പറയുന്ന പേരത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും. എന്താണ് ഇങ്ങനെ വരുത്തിയാൽ ഡയഗണൽ. ഡയഗണൽ ഇതിന് പറയുന്ന പേര് ഡയഗണൽ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇത് രണ്ടും ആരുടെ പ്രോപ്പർട്ടിയാണ്? യെസ്, ഈ പറഞ്ഞ സെക്കൻഡ് ഫസ്റ്റ് നമ്മൾ ഹൈഡ്രജൻ പീരിയഡിൽ വരുന്ന എലമെന്റ്സ് സ്റ്റാർട്ടിംഗ് ഫ്രോം ലിഥിയം. 2 പോയിന്റ് ശ്രദ്ധിക്കുക. ഒന്ന്, അതിന്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട എലമെന്റ്സിൽ നിന്ന് വ്യത്യസ്തമായ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. അതിന് തൊട്ടടുത്ത പീരിയഡിൽ വരുന്ന ഡയഗണലായിട്ട് വരും, നേരെ വരുന്നില്ല, വിരലുമായിട്ടല്ല, അതിന് തൊട്ട് താഴെ വരുന്നു മെഗ്നീഷ്യമായിട്ട്. മനസ്സിലായില്ലേ? കാർബണിന്റെ സിമിലാരിറ്റി നൈട്രജനുമായിട്ടല്ല, നൈട്രജന് താഴെ വരുന്ന ഫോസ്ഫറസുമായിട്ടാണ്. നൈട്രജന്റെ സിമിലാരിറ്റി ഓക്സിജൻ ആയിട്ടുമല്ല, ഓക്സിജന്റെ താഴെ വരുന്ന സൾഫറുമായിട്ടാണ്. ഓക്സിജൻ സിമിലാരിറ്റി ഫ്ലൂറിനുമായിട്ടല്ല, ഫ്ലൂറിന്റെ നേരെ താഴെ വരുന്ന ഫ്ലോറിനുമായിട്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. മറ്റേതാണ് അനോമലസ് ബിഹേവിയർ. അപ്പൊ സ്വന്തം കുടുംബക്കാരിൽ വ്യത്യസ്തമായ കുറച്ച് സ്വഭാവങ്ങളും അടുത്ത കുടുംബത്തിൽപ്പെട്ട തൊട്ടടുത്ത മെമ്പറുമായിട്ടുള്ള അടുത്ത കുടുംബത്തിൽപ്പെട്ട തൊട്ട് താഴെയുള്ള മെമ്പറുമായിട്ടുള്ള കുറച്ച് സിമിലാരിറ്റി. ഇത് രണ്ടും ഇവരുടെ പ്രത്യേകതയാണ്. ആരുടെ? നമ്മുടെ സെക്കൻഡ് പീരീഡിൽ വരുന്ന എലമെന്റ്സിന്റെ പ്രത്യേകതയാണ്. ക്ലിയർ? അപ്പോൾ ഇത് രണ്ടും നോക്കാം. നമുക്ക് ലിഥിയം സംബന്ധിച്ചിടത്തോളം ലിഥിയം ഷോസ് ഡിഫറൻസ്. എന്തൊക്കെയാണ് ആൽക്കലി മെറ്റൽസിന് ഡിഫറൻസ് ഉള്ളത്, എന്തൊക്കെയാണ് മെഗ്നീഷ്യമായിട്ട് സിമിലാരിറ്റി ഉള്ളത് നമുക്ക് നോക്കാം. ബെറിലിയമായിട്ട് സിമിലാരിറ്റി കാണിക്കുക, ബെറിലിയം സിലിക്കണായിട്ടാണ് കാണിക്കുക. മനസ്സിലായില്ലേ? ആരുമായിട്ടല്ല, കാർബണായിട്ടല്ല. ബെറിലിയം അതിന്റെ കൂടെ തികച്ചും വ്യത്യസ്തം എന്ന് പറഞ്ഞുകൂടെ കേട്ടോ. നമ്മളിപ്പോ നേരത്തെ കണ്ട ഒരുപാട് പ്രോപ്പർട്ടീസില് ലിഥിയം മറ്റ് ആൽക്കലി മെറ്റൽസിനെ പോലെ തന്നെ ബിഹേവ് ചെയ്യുന്നുണ്ട്. തികച്ചും വ്യത്യസ്തമല്ല. പക്ഷെ അതേ സമയത്ത് തന്നെ മറ്റ് ആൽക്കലി മെറ്റൽസിന് ഇല്ലാത്ത കുറെ സ്വഭാവങ്ങള് ബെറിലിയത്തിനുണ്ട്. ഓക്കെ, അതേപോലെ ലിഥിയം ലിഥിയത്തിനുണ്ട്. പറയുന്നത് ക്ലിയർ അല്ലേ? മറ്റ് ആൽക്കലി മെറ്റൽസുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ആർക്കുണ്ട്? ലിഥിയത്തിനുണ്ട്. ഇല്ലെന്ന് പറഞ്ഞോളാം. ലിഥിയം ഹാസ് വെരി large number of similarities with other members of the same group like sodium or potassium. At the same time, lithium shows certain properties in which it differs from other members of the same group. അതിന്റെ താഴെ വരുന്ന എല്ലാ മെമ്പേഴ്സും കാണിക്കുന്ന ചില സ്വഭാവങ്ങൾ ആരും കാണിക്കില്ല, ലിഥിയം കാണിക്കില്ല. അല്ലെങ്കിൽ ലിഥിയം കാണിക്കുന്ന ചില സ്വഭാവങ്ങള് അതിന്റെ താഴെ വരുന്ന കുറെ മെമ്പേഴ്സ് കുറെ അല്ല, ഒരു മെമ്പറും കാണിക്കുന്നില്ല. അതാണ് അതിന്റെ അനോമലസ് ബിഹേവിയർ. മറ്റേത് എന്താണ്? ഡയഗണൽ റിലേഷൻഷിപ്പ്. ദാറ്റ് ഈസ് ദ എലമെന്റ് ഷോയിങ് certain similarities. Again, certain എല്ലാം അല്ല. മെഗ്നീഷ്യം ഏരിയയിൽ നമുക്ക് മെഗ്നീഷ്യം ഉള്ളത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഗ്രൂപ്പിലാണ്. ആ ഗ്രൂപ്പിലുള്ള സ്വഭാവങ്ങളൊക്കെ അതിനുണ്ട്. അതേപോലത്തെ കുറെ സ്വഭാവങ്ങൾ ആര് കാണിക്കും? ലിഥിയം കാണിക്കും. അതിനാണ് എന്ത് പറയുന്നത്? ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് അനോമലസ്, ഒരുപാട് പ്രോപ്പർട്ടീസ് പുറത്തൊക്കെ ഓർത്ത് വെച്ചാൽ മതി. എന്തൊക്കെയാണ് ലിഥിയത്തിന്റെ അനോമലസ് ബിഹേവിയർ? ഇതിന്റെ കാരണം എന്താണ് മിക്കവാറും? കാരണം വളരെ സിമ്പിളാണ്. ഈ പറഞ്ഞ ഫസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാല് വളരെ വളരെ ചെറിയ ഒരു ആറ്റമാണ്. സൈസ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു അതർ മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ്. ആറ്റത്തിന്റെ അയാളൊക്കെ നമുക്ക് ലിഥിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 1s2 2s1 എന്നാണ്. അത് Li+ ആയി മാറുന്നുണ്ടെങ്കിൽ എന്തായി മാറിയത്? 1s2 ആയി. ഇത് പോയി, ഈ ഇലക്ട്രോൺ പോയി എന്ന് പറഞ്ഞാൽ ആകെ ഒറ്റ ഒരു ഷെല്ലേ ഉള്ളൂ. അതിന്റെ സൈസ് വളരെ 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 കുറവാണ്. അതുകൊണ്ടൊക്കെ അതിന് പ്രത്യേക പ്രോപ്പർട്ടീസ് വരുന്നത്. എന്തൊക്കെ പ്രോപ്പർട്ടി നമുക്ക് അറിയുന്നത്? എന്താണ് ലിഥിയം? Take the case of the reaction with the oxygen. So all the alkali metals you have just seen that react with the oxygen. വളരെ വിഗറസ് റിയാക്ഷൻ ആണ്. വളരെ എളുപ്പത്തിൽ റിയാക്ട് ചെയ്യും. നമ്മളറിയാം ആൽക്കലി സോഡിയം ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഓക്സിജൻ റിയാക്ട് ചെയ്ത് അത് ടാർണിഷ്ഡ് ആവും. മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിഥിയം സോഡിയം മെറ്റല് സിൽവറി വൈറ്റ് മെറ്റലാണ്. പക്ഷെ അതടുത്ത് കാണാൻ പ്രയാസമാണ്. ഇപ്പോൾ സോഡിയത്തിന്റെ ഒരു പീസ് സോഡിയം വളരെ സോഫ്റ്റ് ആയ ഒരു മെറ്റലാണ്. അതൊരു നൈഫ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വെറുതെ എങ്ങനെ നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ല, കൊള്ളുന്ന സാധനമാണ്. അതുകൊണ്ട് മാത്രമാണ് ഗ്ലൗസ് ഇട്ട് അവിടെ കൈകൊണ്ട് തൊടാം. നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത ഭാഗത്ത് നല്ല സിൽവറി വൈറ്റ് തിളപ്പുണ്ടാവും. പക്ഷെ ആ തിളപ്പ് കുറച്ച് കഴിയുമ്പോഴേക്ക് പെട്ടെന്ന് ടാർണിഷ് അന്ന് മങ്ങിപ്പോവും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് റിയാക്ട് വിത്ത് ഓക്സിജൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഫ്രോമിങ് ദി ഓക്സൈഡ്.
മോണോക്സൈഡ് ആൻഡ് പെറോക്സൈഡ്. അപ്പോൾ അതിൻ്റെ കളർ മാറിപ്പോകും, അത്രയും പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതേസമയത്ത് ലിത്യം ആണെങ്കിൽ റിയാക്ടിവിറ്റി കുറവാണ്. Lithium reacts slowly with oxygen compared to other alkali metals which react with oxygen very fast. Very vigorous reaction is there with alkali metals and oxygen, but in the case of lithium the reaction is very slow. Not only that, you can see that lithium forms when reacting with oxygen it forms a light O, that is the monoxide, whereas sodium forms potassium forms rubidium also forms the same thing. So you can see that it is only lithium which forms only the monoxide, whereas all other higher alkali metals form other oxides also. Apart from the monoxide, sodium forms sodium peroxide. Potassium forms potassium peroxide and potassium superoxide. ഇതിന്റെ പേര് peroxide, ഇതിന്റെ പേര് superoxide. Rubidium also forms peroxide and superoxide. Higher oxide, generally we can say higher oxides are formed only by sodium and other alkali metals, whereas lithium forms only the monoxide. ലിഥിയത്തിന് ഒരേ ഒരു ഓക്സൈഡേ ഉള്ളൂ, മോണോക്സൈഡ്. മറ്റെല്ലാ ആൽക്കലി മെറ്റൽസിനും ഹയർ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. Reaction with oxygen results in the formation of peroxides and superoxides in the case of other alkali metals, whereas lithium forms only the monoxide. ഒരു വ്യത്യാസം. ഇതിന് മാത്രമേ ഒറ്റ ഓക്സൈഡ് ഉള്ളൂ. മറ്റവർക്കൊക്കെ ഈ ഓക്സൈഡ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തുണ്ട്, ഇതിനതിൻ്റെ അപ്പുറത്തും അപ്പുറത്തുണ്ട്. ഇതിനും അതേപോലെ ഉണ്ട്. അതിൻ്റെ താഴെ എലമെന്റ്സിനൊക്കെ ആ സ്വഭാവം കാണിക്കുന്നു. പക്ഷേ ലിഥിയം ഒരു ഓക്സൈഡ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. അതൊരു വ്യത്യാസമാണ്. And when we come to lithium hydroxide, we can see lithium hydroxide. Lithium oxide എന്നെങ്ങനെ hydroxide ഉണ്ടാവുക? By reaction with the solubility of a lithium oxide in water is very small compared to other monoxides. Lithium monoxide solubility വളരെ കുറവാണ്. ഉണ്ടാവുന്നത് എന്താണ്? ലിഥിയം ഹൈഡ്രോക്സൈഡ് ആണ്, അതൊരു വീക്ക് ബേസ് ആണ്. അതേസമയത്ത് സോഡിയം മോണോക്സൈഡോ പൊട്ടാസ്യം മോണോക്സൈഡോ വെള്ളത്തിൽ ലയിച്ച് കഴിഞ്ഞാൽ വളരെ സോല്യൂബിൾ ആണ്. അതുണ്ടാകുന്ന ബേസ് വളരെ സ്ട്രോങ് ബേസ് ആണ്. ഇപ്പോൾ സോലുബിലിറ്റി ഓഫ് ലിഥിയം മോണോക്സൈഡ് ഈസ് മച്ച് ലെസ് കമ്പയർഡ് ടു ദ മോണോക്സൈഡ്സ് ഓഫ് ഓൾ അതർ ആൽക്കലി മെറ്റൽസ്. സോലുബിലിറ്റി വളരെ കുറവാണ്. And the basicity of the hydroxide is very weak again compared to other alkali metals. മറ്റ് ആൽക്കലി മെറ്റൽസ് കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രോക്സൈഡിന്റെ ബേസിസിറ്റി ലിഥിയം ഹൈഡ്രോക്സൈഡിനെ വളരെ കുറവാണ്. സോലിബിലിറ്റി കുറവാണ്, കുറച്ചേ ലയിക്കൂ. ഉണ്ടാകുന്ന ഹൈഡ്രോക്സൈഡിന്റെ ബേസിറ്റിയും വളരെ കുറവാണ്. മറ്റേ മോണോക്സൈഡിന്റെ സോലിബിലിറ്റി വളരെ കൂടുതലാണ്. ഉണ്ടാകുന്ന ഹൈഡ്രോക്സൈഡിന്റെ സോലിബിലിറ്റി എന്തായാലും ജനറലായിട്ട് നമുക്ക് എഴുതാണെങ്കിൽ M2O, Li2, Na2, Rb2 എന്തായാലും പ്ലസ് H2O giving 2MOH. ഇപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, ലിഥിയം ഹൈഡ്രോക്സൈഡ് ആണ് ശരി, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ശരി, ഇതേപോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. Solubility of a lithium oxide is very small, whereas other monoxide ആണ് മറ്റേതിനെ പറ്റി പറയാനില്ല. Monoxides are highly soluble in water and the corresponding solution is a hydroxide, lithium hydroxide, sodium hydroxide or potassium hydroxide. And in the case of lithium hydroxide only, it is a very weak base compared to other hydroxides like sodium hydroxide or potassium hydroxide, which are very strong bases. Lithium hydroxide, sodium hydroxide, potassium hydroxide, rubidium hydroxide ഒക്കെ very strong bases ആണ്. lithium hydroxide ന്റെ basicity ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ weak ആണ്. വേറൊരു വ്യത്യാസം. Okay, and you can see that a lot of differences are there. Lithium can react with nitrogen, forming lithium nitride. Lithium react with nitrogen, forming lithium nitride, whereas no other alkali metal forms the corresponding nitride. മറ്റ് sodium nitride ഓ പൊട്ടാസ്യം നൈട്രൈഡോ അല്ലെങ്കിൽ റുബീഡിയം നൈട്രൈഡോ ഒന്നും ഫോം ചെയ്തില്ല. നൈട്രജൻ റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്തില്ല. അത് വേറൊരു വ്യത്യാസമാണ് ലിഥിയത്തിൽ. ഓൺലി ലിഥിയം ഔട്ട് ഓഫ് ദി
all the alkali metals, only lithium can combine with nitrogen forming lithium nitride. No other alkali metal forms a similar nitride. അതൊരു വേറൊരു വ്യത്യാസമാണ്. ഓക്കെ, പിന്നെ വേറെ വ്യത്യാസം, ലിത്യം കാർബണേറ്റ് എടുക്കും. Na2CO3 പോലെ Li2CO3. This is a salt which is insoluble in water. Whereas നമുക്കറിയാം സോഡിയം കാർബണേറ്റും പൊട്ടാസ്യം കാർബണേറ്റും ഒക്കെ, സോഡിയം കാർബണേറ്റ് സോഡാക്കാരാണ്, നമുക്ക് വെള്ളത്തിലേക്ക് സാധനമാണ്. പൊട്ടാസ്യം കാർബണേറ്റ് റുബിഡിയം കാർബണേറ്റ് ഈസിലി സോളിബിൾ ഇൻ വാട്ടർ ആണ്. പക്ഷേ ലിത്യം കാർബണേറ്റ് ഇൻസോളിബിൾ ആണ് വാട്ടറിൽ. അത് വേറൊരു പ്രത്യേകതയാണ്. ഓൺലി ലിത്യം കാർബണേറ്റ് ഈസ് insoluble in water, whereas all other alkali metal, all other carbonates or all other alkali metal carbonates are soluble in water. ഇത് വേറൊരു വ്യത്യാസമാണ്. മനസ്സിലായില്ലേ? പിന്നെ ലിത്യം ഫോസ്ഫേറ്റ്, ലിത്യം ഫോസ്ഫേറ്റിന്റെ ഫോർമുല എന്തായിരിക്കും? Li3PO4 എന്നായി. എങ്ങനെ മനസ്സിലാകുന്നത്? ലിത്യത്തിന്റെ വാലൻസി 1 ആണ്, ഫോസ്ഫേറ്റിന്റെ വാലൻസി 3 ആണ്. അപ്പോൾ 3 ഇവിടെയും 1 അവിടെയും. 1 എഴുതാത്തോണ്ടാണ്. ലിത്യം ഫോസ്ഫേറ്റ്, ലിത്യം ഓക്സലേറ്റ് C2O4. ലിത്യത്തിന്റെ വാലൻസി 1 ആണ്, ഓക്സലേറ്റിന്റെ വാലൻസി 2 ആണ്. Li2C2O4. ഫോസ്ഫേറ്റ്, ഓക്സലേറ്റ്, ഈ കാർബണേറ്റ് Li2CO3, ഇതൊക്കെ എന്താണ്? വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്. whereas the phosphate, oxalate and carbonates of a other alkali metals are soluble. Sodium oxalate ആയാലും ശരി, sodium phosphate ആയാലും ശരി, potassium oxalate ആയാലും ശരി, potassium phosphate ആയാലും ശരി, potassium carbonate ആയാലും ശരി, ഇതിൻ്റെയൊക്കെ ഫോസ്ഫേറ്റും ഓക്സലേറ്റും ഇത് മൂന്നും എന്താണ്? കാർബണേറ്റ് മാത്രമല്ല, മനസ്സിലായില്ലേ? ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ ആണ്. whereas the phosphates, carbonates and oxalates of a other alkali metals are soluble in water. Water soluble നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഇൻസോല്യൂബിൾ ആണ്, ബാക്കിയൊക്കെ സോല്യൂബിൾ. ലിത്യത്തിന്റെ കേസിൽ മാത്രമാണ് ഇൻസോല്യൂബിൾ ആയിരിക്കുന്നത്, മറ്റൊരു കേസിലൊക്കെ അത് സോല്യൂബിൾ ആണ്. അത് വേറെ വ്യത്യാസമാണ്. പിന്നെ ഇതിന്റെ സ്റ്റെബിലിറ്റി, ലിത്യം കാർബണേറ്റ് ചൂടാക്കി കഴിഞ്ഞാൽ on heating, lithium carbonate is converted into Li2O plus CO2. On heating, lithium carbonate decomposes to lithium oxide and carbon dioxide. That means it is not so stable. അത്ര സ്റ്റേബിൾ അല്ല. അതേ സമയത്ത് തന്നെ Na2CO3 K2CO3 ഇതൊക്കെ are very stable towards heat. ഹീറ്റ് ചെയ്യുമ്പോൾ അത്ര പെട്ടെന്നൊന്നും അത് ഡീകമ്പോസ് ചെയ്യുന്നില്ല. ഇതിൽ വളരെ വളരെ ഹൈ ടെമ്പറേച്ചറിലും ഡീകമ്പോസ് ചെയ്യുന്നില്ല. ഇത് വളരെ എളുപ്പത്തിൽ ഡീകമ്പോസ് ചെയ്യും. It is a thermally much less stable and unstable compared to other carbonates. Other carbonates are എന്താണ്? Carbonates of other alkali metals in the group. ആ ഗ്രൂപ്പിൽ വരുന്ന അല്ല, അതർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതർ ആൽക്കലി മെറ്റൽസ് പറഞ്ഞാൽ ഗ്രൂപ്പ് പറയേണ്ട ആവശ്യമില്ല. അതർ മെറ്റൽസ് ഓഫ് ദി ഗ്രൂപ്പ് ഓർ അതർ ആൽക്കലി മെറ്റൽസ്, അതിൻ്റെ ഒക്കെ കാർബണേറ്റ്സ് ഹൈലി സ്റ്റേബിൾ ആണ് ടുവേർഡ്സ്. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? സോഡിയം കാർബണേറ്റോ പൊട്ടാസ്യം കാർബണേറ്റോ നമ്മൾ ചൂടാക്കിയാൽ അത് എന്താവുന്നില്ല? കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പോൾ ചെയ്തതിൻ്റെ ഓക്സൈഡായി മാറുന്നില്ല. സാധാരണഗതിയിൽ ഇതൊഴികെ നമ്മൾ സോഡിയം കാർബണേറ്റും പൊട്ടാസ്യം കാർബണേറ്റ് ആൽക്കലി മെറ്റലിൻ്റെ കാർബണേറ്റ് ഒഴികെ മിക്കവാറും ഏത് കാർബണേറ്റ് ആയാലും മനസ്സിലാക്കുക, മിക്കവാറും എല്ലാ കാർബണേറ്റുകളും എന്താവും? ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് ഡീകമ്പോസ് ചെയ്യും ഓൺ ഹീറ്റിംഗ്. സ്വഭാവമാണ് എല്ലാ കാർബൺ, മിക്കവാറും ഒരുപാട് കാർബണേറ്റുകൾക്ക് ഈ സ്വഭാവമുണ്ട്. എന്താണ്? ആൽക്കലി മെറ്റൽസ് ഒഴികെയുള്ള ഒരുപാട് കാർബണേറ്റുകൾ ചൂടാക്കുമ്പോൾ ഓക്സൈഡായി മാറുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോവുകയും ചെയ്യും. കാൽസ്യം കാർബണേറ്റ് ഇവിടെയൊക്കെ കാൽസ്യം ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം, മനസ്സിലായില്ലേ? അതേ സമയത്ത് ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ ആൽക്കലി മെറ്റൽ സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീഡ്സിലൊക്കെ കാർബണേറ്റ് ചൂടാക്കുമ്പോൾ ഓക്സൈഡായി മാറുന്നില്ല. പക്ഷെ ആര് മാറുന്നുണ്ട്? ലിത്യം. അപ്പൊ ലിത്യത്തിന് അനോമലസ് ബിഹേവിയർ ആണ്. Lithium carbonate on heating decomposes to the oxide and carbon dioxide, whereas other alkali metal carbonates are thermally stable. പറയുന്നത് ക്ലിയർ ആണല്ലോ? അത് വേറൊരു പ്രത്യേകതയാണ്. മനസ്സിലായില്ലേ? ലിത്യം, സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ഒക്കെ റിയാക്ട് വിത്ത് ബ്രോമിൻ വെരി വെരി വിഗറസ്ലി. ബ്രോമിൻ, ലിക്വിഡ് ബ്രോമിനുമായിട്ട് സോഡിയം ബ്രോമൈഡ് ഉണ്ടാവും, പൊട്ടാസ്യം ബ്രോമൈഡ് ഉണ്ടാവും. പക്ഷേങ്കിൽ ദ റിയാക്ഷൻ ഓഫ് ലിത്യം ആൻഡ് ബ്രോമിൻ ഈസ് വെരി വെരി സ്ലോ. വളരെ പതുക്കെ മാത്രമേ റിയാക്ട് ചെയ്യൂ. ഓൾമോസ്റ്റ് റിയാക്ട് ചെയ്യും. അതായത് വിത്ത് ലിക്വിഡ് ബ്രോമിൻ ഓൾ അതർ ആൽക്കലി മെറ്റൽസ്, ഇവിടെ പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. വ്യത്യാസം പറയുമ്പോൾ വിത്ത് ലിക്വിഡ് ബ്രോമിൻ ഓൾ അതർ ആൽക്കലി മെറ്റൽസ് റിയാക്ട് വിഗറസ്ലി ഫോമിംഗ് ദി കറസ്പോണ്ടിങ് ബ്രോമൈഡ്, വൈൽ ലിത്യം
does not react with bromine so vigorously. വളരെ പതുക്കെ റിയാക്ട് ചെയ്യും. വിഗറസ് റിയാക്ഷനിൽ വളരെ വളരെ പതുക്കെ മാത്രമേ ഇല്ല എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. റിയാക്ഷൻ ഇസ് വെരി സ്ലോ. വാട്ടർ വെള്ള റിയാക്ഷൻ പോലെ തന്നെയാണ് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് സോഡിയം പൊട്ടാസ്യം ഒക്കെ ഇട്ട് വെള്ളത്തിലിടാൻ പാടില്ല, ഇട്ടാൽ തന്നെ ഉടനെ എക്സ്പ്ലോഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? sodium, potassium, etc. react vigorously with the water. The reaction is highly exothermic and the reaction product is hydrogen, and at the heat of the reaction, because it is highly exothermic, the hydrogen catches fire and an explosion takes place. അപ്പോൾ സോഡിയം എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ പൊട്ടിത്തെറിയാക്കാം. പൊട്ടാസ്യം അതിനേക്കാളും വിഗറസ് ആയിരിക്കും. കാരണം എന്താണ്? react vigorously with the water forming hydrogen and a lot of heat is involved in the reaction, and the heat causes the hydrogen to catch fire and it burns. ഈ സ്വഭാവം ആർക്കില്ല? ലിത്യത്തിൽ. ലിത്യം വെള്ളത്തിലിട്ടാലും വളരെ വളരെ മൈൽഡ് അറിയാം. കാര്യമായിട്ടൊന്നും നടക്കില്ല. ചൂടാക്കുമ്പോൾ അങ്ങനെ പതുക്കെ നോർമൽ ടെമ്പറേച്ചർ റിയാക്ഷൻ ഇല്ലാന്ന് തന്നെ പറയും. ലിത്യം does not react vigorously with water, whereas all other alkali metals react vigorously. അത് വേറൊരു വ്യത്യാസമാണ്. അത് ക്ലിയർ ആണ്. നമ്മൾ ഒരുപാട് പറഞ്ഞു, ഇനിയും വേണേൽ പറയാനുണ്ടാവും. ഒരുപാട് പണ്ടങ്ങൾ ബുക്കിൽ കുറേ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ശ്രദ്ധിക്കുക എന്തൊക്കെയാണ്. എന്താണ്? The anomalous behavior of water. In which all reactions, or what are some reactions in which reactions alla in property. What are some properties in which lithium differs from other alkali metals? എന്തൊക്കെ പ്രോപ്പർട്ടീസിലാണ് ഫിസിക്കൽ ആൽക്കലി കെമിക്കൽ ആൽക്കലി ലിത്യം മറ്റ് ആൽക്കലി മെറ്റൽസിന് വ്യത്യസ്തമായിരിക്കുന്നത്? ഇനിയുണ്ട് ആൽക്കലി മെറ്റൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ലിത്യത്തിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. ലിത്യം പിന്നെ എന്താണ് boiling point and melting point. The boiling point and melting point of lithium is very high compared to other alkali metals. The stability of hydride. Lithium hydride is less stable, where it's more stable, whereas other hydrates are less. ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. കുറച്ചാണ് ഓർത്ത് വെക്കുക. എളുപ്പമുള്ളൊക്കെ ഓർത്ത് ബോയിലിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് എളുപ്പത്തിൽ വെള്ളമായിട്ട് റിയേഷൻ ഓർത്ത് വെക്കാം, ഓക്സിജനായിട്ടുള്ള റിയേഷൻ ഓർത്ത് വെക്കാം, പിന്നെ സോലബിലിറ്റി ഓർത്ത് വെക്കാം. അങ്ങനത്തെ കുറച്ച് 5-6 പോയിന്റ് ഓർത്ത് വെക്കാം. എന്ത്? anomalous behavior of lithium. That is comparison of lithium with other alkali metals. In which all properties does lithium differ from other alkali metals? Okay. That is anomalous behavior. നമുക്ക് പറയുമ്പോൾ എന്താണ്? Diagonal. ഇത് ഏകദേശം ഇതിൽ നിന്ന് കിട്ടും. Diagonal relationship between lithium and magnesium. Magnesium is the element of the next group and also of the next period. Next അതായത് ലിത്യത്തിന്റെ നെക്സ്റ്റ് ഗ്രൂപ്പിലുള്ള നെക്സ്റ്റ് പീരിയഡിലുള്ള എലമെന്റ് ഇതാണ്. അതാണ് നമ്മുടെ ഡയഗണൽ. അടുത്ത ഗ്രൂപ്പിലെ അടുത്ത പീരിയഡ്, ആ പീരിയഡിലുള്ള മനസ്സിലാക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, മനസ്സിലായില്ല? ഇവിടെ ആരാളുള്ളത്? മെഗ്നീഷ്യം ഉണ്ട്. ഇവിടെ ആരാളുള്ളത്? ബെറിലിയം ഉണ്ട്. So there are many properties in which lithium shows similarity with magnesium. അപ്പോൾ സ്വന്തം കുടുംബക്കാരുമായിട്ടില്ല, അപ്പുറത്തെ കുടുംബക്കാരുമായിട്ട് സിമിലാരിറ്റി എന്ന് പറഞ്ഞ പോലെ സ്വന്തം കുടുംബക്കാരുടെ സിമിലാരിറ്റി കുറവാണ്. അതേ സമയത്ത് അടുത്ത കുടുംബക്കാരുടെ സിമിലാരിറ്റി ഉണ്ട് താനും. ആർക്ക്? മെഗ്നീഷ്യത്തിന്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.